മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ആനയെ എഴുന്നള്ളിക്കരുത് ഇന്ത്യ സർക്കാരും കേരള സർക്കാരും ഉത്തരവ് ഇറക്കിയിട്ടുള്ളപ്പോ നിങ്ങൾ ഏത് പൂരപറമ്പ് വേണമെങ്കിൽ പോയി നോക്കിയോ, കാലില് പാതരോഗമുള്ള ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല, എഴുന്നള്ളിക്കുന്ന ആനയുടെ മേത്ത് ശക്തമായിട്ട് വെള്ളം തെറിപ്പിച്ചാൽ ആനയുടെ നിറം വ്യത്യാസം വരും. പല ഭാഗത്തുള്ള കറുപ്പ് പോവും, ഉള്ളിൽ നിന്ന് ചുവപ്പും വരും, പഴുപ്പും വരും. പഴുപ്പിലും ചോരയിട്ട് വീഴുന്ന പരിക്കിലും കരി തേച്ചിട്ടാണ് ഇവർ ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് ആന ആളെ കൊന്നാൽ ഈ സംസ്ഥാന സർക്കാർ ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ അയച്ചാലും പോലീസിന്റെ മേധാവിയും വനംവകുപ്പിന്റെ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ സർക്കാരുമായിട്ട് ബന്ധമുള്ള ഭരണകക്ഷിയായിട്ട് ബന്ധമുള്ളവരാണ് പൂരത്തിന് പൈസ പിരിക്കണമെന്നും ആനയാണ് നിരത്തുന്നത്. നിങ്ങൾ പറഞ്ഞ പരാതിയിൽ സത്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ നടപടിയെടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആള് മരിച്ചു വീണാൽ, ആന ഇടഞ്ഞിട്ടോ വെടിക്കേറ്റപാടോ ഉണ്ടായിട്ട് ആള് മരിച്ചു വീണാൽ ഞങ്ങൾ അവിടുത്തെ ഉത്സവങ്ങൾ നിർത്തും. അല്ലാണ്ട് ഞങ്ങൾ നിർത്തില്ല എന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് പോലീസ് മേധാവിയും വനംവകുപ്പിന്റെ മേധാവിയും പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ആ കൂറ്റനാട് എന്താണ് നടന്നത്? 11 മണിക്ക് തുടങ്ങിയ എഴുന്നള്ളിപ്പാണ്. ഞങ്ങൾ ഇവിടുന്ന് പരാതി കൊടുത്തിട്ടും ഇത് 8 മണിയായിട്ട് നിന്നില്ല. 8 മണിക്ക് ഒരു ആന ആളെ കൊന്നപ്പോൾ പോലീസുകാരൊന്നും എടുക്കണ രേഖാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് ഈ ആനയെ നൽകാൻ? അവിടെ ഒരു ആനയ്ക്ക് ആരും പെർമിഷൻ കൊടുത്തിട്ടില്ല. പോലീസുകാർ അതുവരെ നാടകം കളിച്ചാണ്. ആന ആളെ കൊന്നപ്പോൾ അവർ പോലീസുകാർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. വനംവകുപ്പുകാരെ എല്ലാ ആനയുടെ രേഖകൾ തപ്പി. ഒരാൾക്കാരെയും ഒരു രേഖയില്ല. അത് 2 ദിവസം മുന്നേ വേറെ അമ്പലത്തിൽ ഏളവള്ളിയില് അല്ല, അത് മിക്കവാറും പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പാലക്കാട് ജില്ലയിലാണ് അത് ഉണ്ടായിപ്പിക്കുന്നത്. അവിടെ മീറ്റിംഗ് DMC മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ അതിൽ അംഗമാണ്. അവിടുത്തെ പാലക്കാട് ജില്ലയിലെ ഓരോ പൂരത്തിനും ഓരോ നേർച്ചയ്ക്കും എത്ര ആനകൾ എഴുന്നള്ളിക്കാമെന്ന് അവർ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ആ പെർമിഷൻ പ്രകാരം ആനകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. അത് വളരെ കർശനമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആരും പെർമിഷൻ വാങ്ങിയില്ല, എല്ലാവരും വെറുതെ ചെയ്യാണെന്നുള്ള. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്നിനും പറ്റാത്തവരാന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ ഒരു മിനിറ്റ് അതല്ലേ